എന്റെ വേളാങ്കണ്ണി മാതാവേ, ഈ പണപ്പെട്ടി നന്നായിട്ട് നടക്കണേ, കാര്യമായിട്ട് അനുഗ്രഹിക്കണേ. മുതലാളി മുതലാളി ഇന്നും യാ കാണുന്നില്ല. ഈ എടുത്തുകൊണ്ട് പോകുന്ന അലവലാതിയൊക്കെ കയ്യും കാലും പിടിച്ച് എന്റെ അടുത്ത് വരും. പരീക്ഷയ്ക്ക് പണവും ചോദിച്ചു. അറക്കണ പലിശയല്ലേ മുതലാളി? അറക്കൽ ഫൈനാൻസിന് പകരം അറക്കൽ ഫൈനാൻസ് മതി. പോയി ശരിയാക്കടാ. നമസ്കാരം. എന്താടോ, പണ്ടോ ആധാരോ? ഞാൻ താമരാക്ഷൻ പിള്ളയുടെ കാര്യത്തിന് വന്നതാ. വാ വാ. താമരാക്ഷൻ പിള്ളി പറമ്പ് നിറഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ട് മാസം. താമരാക്ഷൻ പിള്ളയെ പീസ് പീസാക്കി മാർക്കറ്റിൽ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഒന്ന് കണ്ടോട്ടെ. അതെ, ഇനി ഇതിന് ഓണർ വന്നു വല്ല പ്രശ്നം ഉണ്ടാക്കുവോ? എന്ത് ഓണർ, ഏത് ഓണർ, എവിടത്തെ ഓണർ? അവരിപ്പോ എവിടെയാണെന്ന് മുകളിലിരിക്കുന്നതിന് മാത്രമേ അറിയൂ. അങ്ങനെ മുകളിലിരിക്കുന്നവന് മാത്രം അറിയാമെന്ന് പറയരുത്. എനിക്കറിയാമായിരുന്നെങ്കിലേ ഞാൻ അങ്ങേരെ പ്രതീക്ഷിച്ചിട്ട് മുകളിൽ താമസിക്കും ഒരാഴ്ച ആയിട്ട്. ഒരു മിനിറ്റ്, ഇയാൾ ആരാ? ഈ ബസിന്റെ മുതലാളിയുടെ അച്ഛന്റെ അടുത്ത ബന്ധുവാ ഞാൻ. സുന്ദരൻ. കളിയാക്കണ്ട. ഇങ്ങനെ വെയിൽ കൊണ്ട് കോലം കടയേണ്ട ആളല്ല ഞാൻ. അങ്ങ് ദുബായിൽ ഷെയ്ഖിന്റെ അണ്ടറിൽ കഴിയേണ്ടവനാ. മൊയിലാളി ആയിരിക്കും. ബെൻസിലോ? ബെൻസിൽ വരണമെങ്കിലേ അവന് 7 ജന്മം ജനിക്കണം. കണ്ടോ, കണ്ടില്ലെങ്കിൽ കണ്ടോ, ഇന്നലെ വരെ പിച്ചക്കാരനായിരുന്ന മുതലാളി ഇന്ന് പണക്കാരനായി ആവേശത്തിന് തിരിച്ചു വന്നിരിക്കുന്നു. സുന്ദര, ലിഫ്റ്റ് തന്നേനെ താങ്ക്സ്. ചായ കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട. അല്ല, എനിക്കെന്തെങ്കിലും തന്നിരുന്നെങ്കിൽ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലേ, ഗിഫ്റ്റ് ആയിട്ട് തന്നാലും മതി. ഒന്ന് പോടോ. അല്ല, സൂക്ഷിച്ചൊക്കെ പോണേ, ഓപ്പോസിറ്റ് പാണ്ടിലോറ് വരുന്നതാ. ഉണ്ണികൃഷ്ണ, ആ ക്യാഷ് എടുത്ത് എല്ലാം നാട്ടിലേക്ക് തള്ളു. ആക്രാന്തം തീരട്ടെ. എടാ, നമ്മുടെ വണ്ടി പൊളിക്കാൻ പോണേരുന്നടാ. സുന്ദര, സ്റ്റോപ്പ്. കാശ് തരാൻ സ്വല്പം വൈകിയെന്ന് കരുതി ദ്രോഹിക്കരുത്. എങ്ങനെ മനസ്സ് വന്നു ഇത്ര മനോഹരമായി ഈ വണ്ടി തല്ലിപ്പൊളിക്കാൻ? പോടോ. എന്റെ അവറ മുതലാളി, എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്കായുള്ള ലാസ്റ്റ് എവിഡൻസ് ആണ് ഈ ബസ്. അതിൽ തുടരുത്. എന്നെയും തുടരുത്. സോറി. രൂപ താടോ. രൂപ? മുതലാളിക്കുന്ന രാവിലെ ഞാൻ 10,000 രൂപ. 10,000 10,000 ഉള്ളത് കണ്ടിട്ട് വണ്ടി എടുത്തിട്ട് പോടും. അല്ല, തരണോന്നുള്ള ആഗ്രഹമായിട്ട് വന്നാണ്, പക്ഷെ കിട്ടണ്ടേ. ആഹാ, അപ്പൊ ഒന്നുമില്ലാതാണ് കയറി വന്നതല്ലേ? പലിശയെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു. നോക്കി നിൽക്കാതെ പൊളിക്കാം. മുതലാളി ഇൻസൾട്ട് ചെയ്യരുത്. പട്ടിണി കിടന്നപ്പോ പോലും ഞാൻ ചെയ്യാത്തൊന്നുണ്ട്. ഇനി എനിക്ക് മേലും കീഴും അരഞ്ഞാണോ? എനിക്ക് 3 വയസ്സുള്ളപ്പോ മുത്തച്ഛൻ എന്റെ അരയെ കെട്ടിയതാ. എടുത്തു. ഇതെന്താ ചരട്? 3 വയസ്സുള്ളപ്പോ എന്റെ അരവണ്ണം ദേ ഇത്രേ ഉള്ളൂ. ഞാൻ വളരുന്ന അനുസരിച്ച് ചരട് വെച്ച് എക്സ്റ്റെൻഡ് ചെയ്തതാ. തൽക്കാലം മുതലാളി ഇതെടുത്തിട്ട് എന്റെ വണ്ടി ഒന്ന് വിട്ടതാ. ഞാൻ എവിടെയെങ്കിലും പോയിന്ന് രക്ഷപ്പെടട്ടെ. അപ്പൊ ബാക്കി തരാം. എന്ന്? ഫെബ്രുവരി 30-ാം തീയതി. അതെ, അങ്ങനെ ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ തന്നിരിക്കും. ഓക്കെ, വണ്ടി എടുത്തു പോയിക്കോ. സുന്ദര, വണ്ടി കയറാ. എടുത്ത് മാറ്റടാ ഇയാടാ. അയ്യോ, അപ്പൊ ഫെബ്രുവരി 30. ഫെബ്രുവരി 28 ഉള്ളേ. കുറെ നാളായി നിന്നെന്റെ കൈ കിട്ട കാത്തിരിക്കുകയായിരുന്നു ഞാൻ. നിനക്ക് കറണ്ട് ഞാൻ വേറൊന്നും കണ്ടില്ലല്ലേ? എന്റെ പാസ്പോർട്ട് തന്നെ വേണമായിരുന്നല്ലേ? ഉണ്ണി, എന്താ? അവനെവിടെ ഇരിപ്പുണ്ട്. ആര്? എലി. എന്റെ പാസ്പോർട്ട് കറണ്ട് ചെയ്യുന്നില്ലേ? എവിടെ? ഷെൽഫിന്റെ അകത്ത്. സുന്ദര, നീ എന്തേ കാണിക്കുന്നേ? തരാടാ. എടാ, ഇപ്പൊ സിഗല്ലാവുന്ന്. സുന്ദര, വേണം വെക്കണടാ കടത്ത്. അത് മിസ്സായി. നിക്കാനേ പറഞ്ഞു. സിഗല്ലായി. പോയി. വണ്ടി എടുക്കടോ. ഇങ്ങോട്ട് എടുക്കടോ. ഈശ്വര, ദേ വരുന്നു. സാറിനും കുട്ടികൾക്കെല്ലാം സുഖം തന്നെയല്ലേ? താൻ എന്തോ ഉണ്ടാക്കുവാടോ? അയ്യോ, വണ്ടി എടുത്ത് മാറ്റോ. എടുത്ത് മാറ്റാൻ എനിക്ക് ആഗ്രഹമില്ലഞ്ഞിട്ടല്ല സാർ. വണ്ടി പിന്നെ ന്യൂട്രലിലാ കിടക്കണേ. ഫസ്റ്റിലിട്ട് അങ്ങോട്ട് എടുക്കടാ. അതാ സാർ പറഞ്ഞു വരുന്നത്. എന്റെ ഒരു ഫ്രണ്ട്
ഫ്രണ്ട് എന്ന് വെച്ചാ അച്ഛന്റെ ഒരു അകന്ന ബന്ധുവാ. അവന്റെ പാസ്പോർട്ട് വണ്ടിയുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ വെച്ചിരുന്നു. അതൊരു എലി കരണ്ടു. ആ എലിയെ ഇപ്പൊ അവൻ കണ്ടു. അതിനെ കൊല്ലാൻ വേണ്ടി ഗിയറിന്റെ ലിവർ ഊരിക്കൊണ്ട് ഇറങ്ങി ഓടിയിരിക്കുക. അവനിപ്പോ വരും. സാർ അകത്തേക്ക് കയറിയിരിക്കേ. എന്താ വെയില്. സാറ് വല്ലാതെ കറുത്തു. വാ സാർ അകത്തേക്ക്. ഈശ്വര വീരപ്പൻ കുറിപ്പ്. ഓക്കെ സാർ. നീ എന്താണ് തമാശ കളിക്കണം? കഴിഞ്ഞ ആഴ്ച കലൂർ ബസ് സ്റ്റാൻഡിനടുത്ത് 1.5 മണിക്കൂർ ട്രാഫിക് ജാം ഉണ്ടാക്കിയത് നീലടാ. സാറിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോ ഞാനായിരിക്കാം. നിന്റെ അച്ഛനെ വഴിയാണ് റോഡ്. ഫസ്റ്റ് നിന്റെ കണ്ടപ്പോഴേ ഞാൻ ലാസ്റ്റ് വാണിംഗ് തന്നാണ്. ഈ പാട്ടയും കൊണ്ട് റോഡിലേക്ക് തെണ്ടാൻ ഇറങ്ങരുത്. സുന്ദരാ, ആ നീ അങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്റെ സോപ്പിടൊന്നും വേണ്ട. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ സുന്ദരനാണെന്ന്. സാറിനല്ല, ഞാൻ വേറെ ആളെ വിളിച്ചതാ. വണ്ടി എടുത്ത് മാറ്റടാ തെണ്ടി. ഇനി മാറി കാലെ കൊണ്ടതാ കൊല്ലും ഞാൻ. കാറിന്റെ അകത്ത് കയറല്ലേ നീ? അയ്യോ, അത് വിട്ടേ. ആ, എലി, എലി. വൃത്തിയില്ലാതെ ചാവമേ. നിക്കവിടെ. എന്താണ് ഏയ്, എലി, എലി. എലിയല്ലടാ, പുലിയ. Sorry. ഓടരുത്. നിക്കാനാ പറഞ്ഞെ. നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ചു? അതാണ് എനിക്ക് ഭ്രാന്താ. എന്റെ ജീവിതം തകർത്ത എലിയെ വക വരുത്തിട്ട് ഇനി വേറെ കാര്യമുള്ളൂ. ഈ ലിവർ കിട്ടിയിട്ട് വേണം വണ്ടി എടുക്കാൻ. ഇതേ ലിവർ കൊണ്ടുവേണം എലിയുടെ ലിവർ എനിക്കും തകർക്കാൻ. ഇത് കളക്ടറേറ്റ് റോഡാണ്. കളക്ടറേറ്റ് റോട്ടിൽ വെച്ച് എലിയെ കൊല്ലാൻ പാടുന്ന നിയമമുണ്ടോ? ജാം. ജാമോ? അതും അവൻ തിന്നു. ആ ജാം അല്ല, ട്രാഫിക് ജാം. നമ്മുടെ വണ്ടി മാറ്റിയിട്ട് വേണം ഈ വണ്ടികൾക്കൊക്കെ പോവാൻ. കഴിഞ്ഞ ആഴ്ച നമ്മൾ കല്ലൂരുണ്ടാക്കിയ ട്രാഫിക് ജാമിന്റെ അത്രം പോരാ. അന്ന് നിന്റെ മോന്തയുടെ ഷേപ്പ് അടിച്ച് മാറ്റിയ CI വീരപ്പൻ കുറിപ്പാടെ കലിതുള്ളി നിൽപ്പുണ്ട്. ഇങ്ങെടുത്താ. വണ്ടി മാറ്റണം. ഓ കിട്ടി സാർ, കിട്ടി. ആരുടെ അവൻ? ഇതാണ് സുന്ദരൻ. അമ്മാ. ഇവനെയാണ് സുന്ദരാന്ന് വിളിച്ചത്. വണ്ടി എടുക്കടാ. ഓ സാർ. അയ്യോ, വണ്ടി ഞാൻ എടുത്തോളാം സാർ. ആരുടെ പുറകിൽ അടിച്ചത്? ഏ? ആരടാ? അയ്യോ, ഓ, നീയാണല്ലേ? ഒന്ന് പിടിക്ക്. എന്താണ് ഇത്? ഡോറ. ഓ. അയ്യോ, കേറുമ്പോ ബാക്കിൽ നിന്ന് വിളിക്കല്ലേ. നീ എന്താണ് വണ്ടി പൊളിച്ചെടുക്കുന്നു? ഇപ്പൊ ശരിയാക്കാം സാർ. വാതില് വാതില്. അയ്യോ, വണ്ടി എടുക്കടാ. എടുക്കാം സാർ. ഒന്ന് മാറണോ? എന്താടാ വണ്ടി ഓഫായി പോയി. വണ്ടി ഓഫായി പോയി. പോയി വണ്ടി അല്ലടാ. വേഗം ചെല്ലടാ. സാറേ അവൻ പറ്റിക്കും. തള്ളൂല. ഒന്ന് പോയി നോക്കൂ. സാറേ ഒന്ന് കൈവെക്കാം. പിന്നെന്താ മതിയോ? വണ്ടിയുമ്പോ കൈവെക്കാമോ എന്നാണ് ചോദിച്ചത്. വണ്ടി തള്ളടാ മര്യാദക്ക്. എന്നോട് വണ്ടി തള്ളടാ. നിന്റെ അപ്പനോട് പറയടാ. ഉണ്ണി, ഞാന് വേണി പുറത്താണ്ടാ. വണ്ടി നിർത്തടാ. എടാ പട്ടി, പിന്നെ നിർത്തിയ എടുത്തോണ്ട് പോടാ. ഉണ്ണി, എടാ നിർത്തടാ. ഞാൻ കേറിയില്ലടാ. ഏണി മാത്രം കേറാ. അയ്യോ, ഒന്നെലുങ്കി പോയി. ഉണ്ണിയടാ വണ്ടി നിർത്തടാ. ഞാൻ പുറത്താണ്ടാ. കാണിച്ചു തരാടാ. ഞാനിവിടെ കാണിച്ചോണ്ടിരിക്കണ്ട. ഹലോ എവരിബഡി, നഗരക്കാഴ്ചകൾ എന്ന ലൈവ് പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിൽ ഇടമില്ലെങ്കിലും ബസ്സിലിടം കണ്ടെത്താം എന്ന് തെളിയിച്ച മിസ്റ്റർ ഉണ്ണികൃഷ്ണനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, യു ആർ വെൽക്കം. സ്വന്തം കിടക്ക ബസ്സിൽ വിരിക്കേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ച് മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ എയർനെറ്റ് ടെലിവിഷൻ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിവരിക്കാമോ? ഹലോ ചെക്ക്. ഹലോ ഹലോ. അതൊക്കെ കഴിഞ്ഞു. നമസ്കാരം. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ. ഞാനാണ് ഇതിന്റെ ഈ വണ്ടിയുടെ മുതലാളി. പോയെ പോയെ. തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട പഞ്ചായത്തിൽ തൃക്കോട്ടൂരാണ് എൻ്റെ സ്വദേശം. ഞാൻ അത്ര പരിചിതനല്ലെങ്കിലും ഇരിങ്ങാലക്കുട താമരാക്ഷനെ നിങ്ങൾ എല്ലാവരും അറിയും. മനസ്സിലായില്ല. മനസ്സിലായില്ല? ഒരു ഇല്ല. ക്ലൂ തരാം. ഓ. തൃശ്ശൂർ പൂരത്തിന് എഴുന്നള്ളിപ്പിന് മുമ്പിൽ തന്നെ ഉണ്ടാവും തലയെടുപ്പോടെ. ഓ, ആന. ആനയല്ല, എന്റെ അച്ഛനാ. സോറി. ചെണ്ട വിദ്വാൻ ഇരിങ്ങാലക്കുട താമരാക്ഷൻ പിള്ള. അദ്ദേഹം 1998 ഡിസംബറിലെ മഞ്ഞുള്ളൊരു രാത്രിയിലാണ് അത് സംഭവിച്ചത്. എന്ത് സംഭവിച്ചത്? തൃപ്രയാർ ശിവക്ഷേത്രത്തിൽ ഉത്സവം കഴിഞ്ഞ് ചെണ്ടയും തൂക്കി അച്ഛൻ നടന്നു വരികയാണ്. അച്ഛൻ പോലും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ടാണ് ക്രിസ്റ്റഫർ ബാക്കിൽ വന്ന് ഇടിച്ചത്. ആരാ ഈ ക്രിസ്റ്റഫർ? ചാവക്കാട് പറവൂർ റൂട്ടിലോടുന്ന സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചർ. അമ്മ നേരത്തെ മരിച്ചുകൊണ്ട് ഞാൻ ആകെ ഒരു മകനെ ഉണ്ടായിട്ടുള്ളൂ. അച്ഛന്റെ എല്ലാ ചികിത്സാ കാര്യങ്ങളും നോക്കിയിരുന്ന ഞാനാണേ. ഓ.
അതുകൊണ്ട് പഠിത്തം ബ്ലോക്കായി. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ ഏതൊരു പഠിച്ചു? ഞാൻ പ്രീ ഡിഗ്രി ഫെയിൽഡാ. എഴുതിരുന്ന് ജയിച്ചനെ. കൃത്യം 89-ാം ദിവസം എന്റെ അച്ഛൻ എന്റെ ഈ കൈ കിടന്ന ഈ കൈ കിടന്ന അച്ഛൻ മരിച്ച്. ഇൻഷുറൻസ് ക്ലെയിമിന് വേണ്ടിയിട്ടുള്ള കേസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ വണ്ടിയുടെ മുതലാളിയും എന്റെ അഡ്വക്കേറ്റും തമ്മിൽ സംസാരിച്ച് ഒരു ഒത്തീർപ്പിൽ വന്നു. കേസ് പിൻവലിച്ചു കഴിഞ്ഞ ഒരു ബസ് തരാന്ന് പറഞ്ഞു. അപ്പൊ കുറച്ച് പണം കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചെലവായി പോകുന്നു, വണ്ടിയാണെങ്കിൽ ഒരു അസറ്റായിട്ട് കയ്യിലിരിക്കുന്നു അഡ്വക്കേറ്റാ പറഞ്ഞത്. ഞാനാണെങ്കിൽ അപ്പൊ അത് സമ്മതിക്കുകയും ചെയ്തു. പിന്നീടാണ് അതിന്റെ ഒരു ചതി എനിക്ക് മനസ്സിലായത്. കിട്ടിയ വണ്ടി നേരെ ചെവ ഓടാൻ വേണ്ടിയിട്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 4 സെന്റ് 85 ലിങ്സ് പുരയിടോ, ആ പണയം വെച്ച വീട് സ്ഥലവും എനിക്ക് വിൽക്കേണ്ടി വന്നു. പിന്നീട് കിടക്കാൻ ഒരു സ്ഥലമില്ലാതായപ്പോഴാണ് എന്തുകൊണ്ട് വണ്ടി തന്നെ ഒരു വീടാക്കി കൂടാ എന്നൊരു ചിന്ത ഉണ്ടായത്. അച്ഛന്റെ പേര് തന്നെയാണ് വണ്ടിക്ക് ഇട്ടിരിക്കുന്നത്. ഇതാരാ? അച്ഛന്റെ അകന്നൊരു ബന്ധുവാ. ആരും പണിയൊന്നും കൊടുക്കാത്തോണ്ട് എന്റെ കൂടെ കൂടിയിരിക്കാ. വല്ലതും തിന്നും കഴിച്ചു പോക്കട്ടെ ഞാനും വിചാരിച്ചു. അതെ, വായും വെള്ളമൊക്കെ ഫ്രീ ആയിട്ട് ഇട്ടോണ്ട് പിന്നെ ജീവിക്കാലോ. എന്താ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ ജോലി? ജോലി ഇതിനിങ്ങനെ മെച്ചെടുക്കാന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ ജോലിയല്ലേ. ഞാൻ ഉദ്ദേശിച്ചത് വരുമാനത്തെ കുറിച്ചാണ്. ജീവിക്കാൻ കാശ് വേണമല്ലോ. ബസ്സിന് ഡീസൽ അടിക്കണം, അതുപോലെ പിന്നെ ഇതിനധികം ഡീസലൊന്നും അടിക്കണ്ട. പാതി മുക്കാലും മാൻ പവറിലാ ഓടുന്നത്. മാൻ പവറിലോ? ഹലോ, ഈ കൈ കൊണ്ട് ഇങ്ങനെ തള്ളി തള്ളി അതാണ് ഈ മാൻ പവർ ബ്ലോക്ക് ആക്കി. അച്ഛന്റെ അകന്ന ബന്ധുവാണെങ്കിലും ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ. വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. അത്യാവശ്യം ഓടുന്ന ബസ്സാണല്ലോ ഇത്. അത്യാവശ്യത്തിന് മാത്രം ഓടാറില്ല. നന്നായിട്ട് ഓടും. നല്ല പുള്ളിങ്ങുള്ള എഞ്ചിനാ. പിന്നെ പുള്ളിക്ക് ബാക്കിലേക്ക് പോയി. നീ ബസ്സിന്റെ ബാക്കിലേക്ക് ബാക്കിൽ എന്താ വല്ല സദ്യ നടക്കണ്ട. ഞാൻ കൂടി പെടട്ടടാ. ഇയാള് പെടാണ്ട് എടുക്കാൻ പറ്റുമോ? കുറച്ച് ദാരിദ്ര്യം ഫീൽ ചെയ്യുന്നില്ലേ? മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, ആ. ഒരു ഉപജീവന മാർഗമായിട്ട് ഈ വണ്ടി ഉപയോഗിക്കാമല്ലോ. ആ വഴിക്ക് എന്തെങ്കിലും ശ്രമം നടത്തിയിട്ടുണ്ടോ? ഉപജീവന മാർഗമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് 2000 ജൂൺ മാസം 1-ാം തീയതിയാണ് ഞങ്ങൾ ഇവനെ ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അത്